അധികാരത്തിന്റെ പുറത്താടി എന്റെ ഉണ്ണിയേട്ടനെ നീ പറഞ്ഞു വിട്ടത്. ഞാനല്ല പറഞ്ഞു വിട്ടത്, ഈ കമ്പനിയുടെ MD-യാ. ഈ കമ്പനിക്ക് വഴി തെറ്റി നടക്കുന്ന ഒരുവള് മാത്രമല്ലടി MD. കണ്ണേട്ടനും കൂടി അധികാരമുള്ള കമ്പനിയായത്. ഇതൊക്കെ എന്തിനാണ് എന്നോട് വന്ന് പറയുന്നത്? കണ്ണേട്ടൻ അധികാരപ്പെട്ട കമ്പനി ആണെങ്കിൽ അത് കണ്ണേട്ടനോട് പറയണം. എന്നിട്ട് ഉണ്ണിയേട്ടനെ തിരിച്ചെടുക്കാൻ പറയണം. തൽക്കാലം എനിക്ക് ഏട്ടത്തി പറയുന്നത് അനുസരിക്കാനേ പറ്റൂ. ഓ, അവളുടെ ഒരു ഏട്ടത്തി. എന്ന് മുതലാടി അവളോട് നിനക്ക് സ്നേഹം തുടങ്ങിയത്? സ്വന്തം ഏട്ടനെ വഞ്ചിച്ചവളല്ലേടി നിന്റെ ഈ നാത്തൂന്ന് പറയുന്നവള്. അതിലെനിക്ക് അവരോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് ശമ്പളം തരുന്നത് കണ്ണേട്ടനല്ല, അവരാ. അതുകൊണ്ട് തൽക്കാലം അവരെ അനുസരിച്ചേ പറ്റൂ. സ്വന്തം ഏട്ടനെ കരയിച്ച ഒരുത്തിയുടെ കീഴില് ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് പോന്നാടി. എങ്കിൽ പിന്നെ നീ എന്തിനാടി ഉണ്ണിയേട്ടിന് വേണ്ടി വാദിക്കാൻ എന്റെ മുന്നിലേക്ക് വന്നത്? ഉണ്ണിയേട്ടിന്റെ ജോലി പോയത് നല്ലതാണെന്ന് അങ്ങ് കരുതിക്കൂടായിരുന്നോ? ഞാനും നിന്റെ ഏട്ടത്തിയാ. എന്നെയും നീയൊന്നും എടിയൊന്നും വിളിക്കരുത്. പ്രായം കൊണ്ട് നിന്നെക്കാൾ മൂത്തതാ ഞാൻ. പിന്നെ ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഏട്ടത്തി എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നിന്നെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അമ്മയ്ക്കൊപ്പം നിന്ന് എന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ നോക്കിയവളാ നീ. അങ്ങനെയുള്ളവളെ ഏട്ടത്തിയായിട്ടും നാത്തൂനായിട്ടും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മി ഏട്ടത്തിയെ പോലെ തന്നെ നിന്നോടും എനിക്ക് ഒരു സ്നേഹവും ഇല്ല. കണ്ണേട്ടൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഒരുത്തി അങ്ങേർക്ക് കൊടുത്തത് കണ്ണീരാ. അത് തന്നെയാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. നിന്റെ കൂടെ ഇപ്പോ ഒരുത്തൻ കഴിയുന്നുണ്ടല്ലോ. അവനെ എന്നെങ്കിലും ഒരു ദിവസം നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തിക്കൊപ്പം താമസിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ചിലപ്പോ അവൻ താമസിക്കാൻ പോകുന്നത് അവൾക്കൊപ്പം തന്നെ ആയിരിക്കും. നിനക്ക് ശമ്പളം തരുന്നവൾക്കൊപ്പം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ ഭർത്താവിന്റെ അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ അച്ഛനെന്ന് പറയുന്ന ഒരാള് വീട്ടിലുണ്ടല്ലോ. അയാൾക്ക് ചിലപ്പോ ആ സ്വഭാവം കാണുമായിരിക്കും. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. ദേ, എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കോരണത്തടിക്കും ഞാൻ. അടിച്ചു നോക്ക്. അങ്ങനെയെങ്കിലേ നീ വീട്ടിലേക്ക് എത്തുമ്പോ ആണത്തമില്ലാത്ത ഒരുത്തൻ അവിടെ ഉണ്ടല്ലോ, എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ കാണാൻ പോകുന്നതേ കോരണത്ത് പാടുമായിട്ട് ചെല്ലുന്ന നിന്നെ ആയിരിക്കും. നിന്റെ ഈ അഹങ്കാരത്തിന് നിന്റെ കെട്ടുതാലി നിനക്ക് ഓർത്തു മാറ്റേണ്ടി വരും. അതിനുശേഷം ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. നിനക്ക് ശമ്പളം തരുന്നവള് പ്രസവിക്കുമ്പോ അവളും അവളുടെ കുഞ്ഞുമായിട്ട് ജീവിക്കുന്ന സാഗറിനെ നിനക്ക് കാണേണ്ടി വരും. ഞാൻ കാണാൻ പോകുന്നതേ നിന്നെ മടുത്തിട്ട് ചിലപ്പോ എന്റെ ഏട്ടൻ വേറെ കെട്ടിയെന്ന് വരും. എന്നിട്ട് അയാൾ അവൾക്കൊപ്പം കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് ജീവിക്കുന്നതായി നിനക്ക് കാണേണ്ടി വരും. എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാടി. ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ കാത്തിരിക്കുന്നത് ദുരന്തമാ, തോര കണ്ണീരാ. അത് നീ എഴുതി വെച്ചോ.